അതുപോലെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ ഇൻസുലിൻ മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഫങ്ഷന് ഒന്ന് ഉത്തേജിപ്പിക്കാനും ഫങ്ഷൻ നല്ല രീതിയിൽ നടക്കാനൊക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈറോയ്ഡ് റിലേറ്റഡ് പ്രശ്നമുള്ള ഹോർമോൺ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ എന്ന രീതിയിൽ നമുക്ക് ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ കഴിക്കുന്നതിലൂടെ തൈറോയ്ഡ് ഹോർമോൺ റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ സുലഭമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ എണ്ണ തേക്കാൻ ഓയിൽ മസാജിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വെളിച്ചെണ്ണ തന്നെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അല്ലേ. ഇത് വളരെയധികം നല്ലതാണ് ശരീരത്തിന്. അവരുടെ സ്കിന്ന് വളരെയധികം സ്മൂത്തനിങ് ആവാനും നമ്മുടെ സാധാരണയായിട്ട് അതായത് സാധാ കുഞ്ഞു മക്കൾക്ക് ഒരു 3-4 മാസമൊക്കെ ആയി ഉള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന പോലുള്ള കണ്ടീഷനുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഉള്ള കുട്ടികൾക്ക്, പിന്നെ ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷനുള്ള കുട്ടികൾക്ക് ഒക്കെ തന്നെ നമ്മളുടെ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ചില കുട്ടികൾക്ക് തലയിൽ ഒരു ചിതമ്പൽ പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ചിതമ്പൽ പോലുള്ള കണ്ടീഷനൊക്കെ മാറാനായിട്ട് ഈ ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഫംഗൽ അതായത് ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി ഉള്ള ഒരു ആക്ടിവിറ്റി ഉള്ളതായിട്ടുള്ളതാണ്. അതായത് ഇതിൽ ലോറിക് ആസിഡ് ഒരുപാട് ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കുറച്ച് നിർത്താനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതുപോലെ ഫംഗൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ കുറച്ച് നിർത്താനൊക്കെ തന്നെ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേക്കുമ്പോൾ നമ്മളുടെ നോർമലായിട്ടുള്ള സ്കിന്നിലുള്ള ആ ഒരു സെബത്തിൻ്റെ ഒരു സുഷിരങ്ങൾ അടയാനാണ് ചാൻസ് കൂടുതൽ. അത് അടഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അടഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡാൻഡ്രഫ് കൂടി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗുണം കിട്ടുകയില്ല. അപ്പോൾ പലരും പറയാറുണ്ട് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താരൻ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്, നമ്മുടെ സ്കിന്നിലുള്ള സുഷിരങ്ങൾ അടയുകയാണ് ചെയ്യുന്നത് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ. ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് വളരെ സ്മൂത്തായിട്ട് വരാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ സ്കിന്നിൽ വരുന്നതായിട്ടുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കുറച്ച് നിർത്താനായിട്ട് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ പുറമേ നമുക്ക് മസാജ് എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ സ്കിന്നിൽ മസാജ് എന്ന രീതിയിൽ നമ്മുടെ ഫേസിലും നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നത്, മസാജ് ചെയ്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ സ്കിൻ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്ക് ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ചിലവരിൽ കക്ഷത്തിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ തുടഭാഗത്തിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ തന്നെ ചിലവർക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന രീതിയിൽ ഒരു ചൊറിച്ചിലും പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പാട പോലെ ചിലവർക്ക് അങ്ങനെ വരാറുണ്ട്. വളരെ രീതിയിൽ ചൊറിച്ചിൽ ഇച്ചിങ് അവർക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന രീതിയിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ളവർക്കും നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ആ ഭാഗങ്ങളിൽ തേച്ചിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കൾ സ്കിന്നിൽ വരുന്നവർക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഈ കുരുക്കളെ കുറച്ച് നിർത്താനും ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും, പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും എല്ലാം തന്നെ കുറച്ച് നിർത്താനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട്. നമ്മുടെ നാച്ചുറലി ആയിട്ടുള്ള സ്കിന്നിന് ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് 1-2 ടീസ്പൂൺ എന്ന രീതിയിൽ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളിനെയാണ് വർദ്ധിപ്പിക്കുകയുള്ളൂ, ചീത്ത കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കില്ല. നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. HDL കൊളസ്ട്രോളിനെയാണ് ഇത് വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ ധൈര്യത്തോട് കൂടിയിട്ട് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉള്ളിലോട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലി
നമുക്ക് സ്കിൻ റിലേറ്റഡ് പ്രശ്നമുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട്. അൽഷിമേഴ്സ് പോലുള്ള കണ്ടീഷൻ, അത് മെമ്മറി പവർ കുറഞ്ഞു വരുന്ന കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ കൂടാൻ സഹായിക്കാവുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയിലുണ്ട്. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ സഹായിക്കുന്നുണ്ട് കേട്ടോ.